ഇനി നമ്മള് കുറെ നാള് UK-ലായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പോയാ നിങ്ങൾ എന്നെ മറക്കുമോ? വീഡിയോസ് ഇടാൻ ലേറ്റ് ആയാൽ മുഴുവനായിട്ട് മറന്നു പോവോ? പക്ഷെ ഞാൻ വരും. ഒരാഴ്ച മുമ്പേ പെട്ടി പാക്ക് ചെയ്തിട്ട് കാലുമ്പോ കാലി ഏറ്റി വെച്ചിരുന്നിട്ട് ബാക്കിയുള്ളവരെ പുച്ഛിക്കും. മേഘത്തിലെ മമ്മൂക്കയുടെ ഒരു ലുക്ക് എനിക്ക് വരാറുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാനൊരു പാട്ട് പാടാം. ഇനി വീണ്ടും അടക്കി ഒതുക്കി വെക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഭദ്രകളിയായിട്ട് ഞാൻ തുള്ളിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഡ്രസ്സ് വെട്ടു, സോറി സിബല്ല. ഓക്കെ, ഡ്രസ്സ് വെട്ടാണ് കേട്ടോ സിബിന്റെ ഇടയില്. അപ്പളേ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അയ്യോ ഒന്നും പറയണ്ട, ഒരു വലിയ യാത്രയുടെ തുടക്കം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം കുറച്ച് തിരക്കിലായിരുന്നു ഷൂസ് ഒക്കെ ആയിട്ട്. എനിക്ക് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, ഫസ്റ്റ് ഡു ഒരു പെട്ടി കഴിഞ്ഞു, ഹാൻഡ് ബഗേജ് കഴിഞ്ഞു. ഇനി അടുത്ത പെട്ടി എന്തൊക്കെയോ ആയിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്ന് പകരം വാട്ട് ഇസ് ഇൻ മൈ പെട്ടി ടു UK. ഒരു വലിയൊരു കാര്യത്തിന് UK-ലേക്ക് പോവാണ്. എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് നമുക്ക് പെട്ടി പാക്ക് ചെയ്യണം. കാരണം ഇനി നമ്മൾ കുറേ നാൾ UK-ലായിരിക്കും. അപ്പോൾ എന്താ പറയുക, ചെറിയ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാനുണ്ട്. ഇതൊക്കെ കണ്ടോ, ആകെ മെസ്ഡപ്പ് ആയിട്ടിരിക്കുകയാണ്. എന്നെ ഇത് വെച്ച് ജഡ്ജ് ചെയ്യരുത്, ഇതെന്റെ റൂം തന്നെയാണ് ഗൈസ്. ഗൈസ് വീഡിയോ ഷൂട്ടിനിടെ നരച്ച മുടി മുറിച്ച് കളയുന്ന സിന്ധിച്ച് ഗ്രേ ഹെയർ. അയ്യോ, ശരിക്കും നമ്മുടെ സലീം കുമാറില്ലേ, സലീമേട്ടൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ സത്യത്തിൽ ഔട്ടാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതായത് റിലേ കംപ്ലീറ്റ്ലി പോയിട്ട് എനിക്ക് എങ്ങനെ പാക്ക് ചെയ്യണം, എന്ത് പാക്ക് ചെയ്യണം എന്ന് അറിയണില്ല. കാരണം ഞാൻ ആ കാര്യത്തിൽ അച്ഛൻകുട്ടിയാണ്. അച്ഛൻ ഇങ്ങനെയാ നേരത്തെ കൂട്ടി, അതായത് ഒരാഴ്ച മുമ്പേ പെട്ടി പാക്ക് ചെയ്തിട്ട് കാലുമ്പോ കാലി ഏറ്റി വെച്ചിരുന്നിട്ട് ബാക്കിയുള്ളവരെ പുച്ഛിക്കും. അതുപോലെയാണ് സത്യത്തിൽ ഞാൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ക്ലോക്ക് ആണെങ്കിൽ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ഏറ്റവും ആദ്യം ഞാൻ എന്താ കാണിച്ചു തരേണ്ടത്, കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഔട്ട്ഫിറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ. എൻ്റെ കൂടെ ഈ ഒരു പാക്കിങ്ങിൽ ലെറ്റ്സ് പാക്ക് ഫോർ ലണ്ടൻ അല്ലെങ്കിൽ UK. അപ്പൊ ഇതെന്റെ സ്റ്റൈലിസ്റ്റ് എനിക്ക് ചെയ്ത് തന്നൊരു കഫ്താനാണ് കേട്ടോ. നല്ല ഔട്ട്ഫിറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഇതിങ്ങനെ നല്ല ലെങ്ത് വരും. അപ്പോൾ ഈ ഒരു കഫ്താൻ നമുക്ക് കൊണ്ടുപോവാം. ഇതിനാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ആക്ച്വലി നമ്മൾ ഒരു 2-3 ഈവെന്റ്സ് ആയിട്ട് നമ്മൾ UK-ലേക്ക് പോവാണ് കേട്ടോ. ബ്രിട്ടീഷ് മലയാളിയുടെ ഒരു ഈവെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ യെസ്, നമ്മുടെ മെയിൻ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ സാരി ഉടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ഇതാണ് സാരി. അപ്പോൾ ഈ സാരി, ഇതിൻ്റെ ബ്ലൗസ്, അപ്പം ഇതൊക്കെ ഞാനിപ്പം റഫായിട്ട് ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അത് പാക്ക് ചെയ്ത് പോവും. ഞാനൊന്ന് മുടി കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് അതിൽ കുഴപ്പമുണ്ടോ ഗൈസ്? പേടിയാവുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ വിചാരിക്കുന്നത് കെറ്റിലാണെന്ന് അല്ല, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റീമറും ലൈക്ക് അയൺ ബോക്സ് ഒക്കെ എല്ലാ ഹോട്ടൽസിലും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി തന്നെ കൊണ്ടുപോകണം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. അതുണ്ട്. ഇതെനിക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല, കാരണം ഡെക്കാത്തലോണിലെ ഹിന്ദിക്കാരൻ ചേട്ടൻ ഇതെനിക്ക് പാക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതാണ് കളർ ജാക്കറ്റിൻ്റെ. കണ്ടോ. അപ്പോൾ അത്യാവശ്യം ലൈക്ക് ക്ലൈമറ്റ്, ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോഴും എപ്പോഴും ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഞാൻ പോവാറ്. സമ്മറിൽ എനിക്ക് ഇതുവരെ UK-ൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം കണ്ടോ, എനിക്കിത് അടയ്ക്കാൻ പറ്റണില്ല. ഇന്ന് മൊത്തത്തിൽ സിബ് പ്രശ്നമാണല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ തൊണ്ട കൊണ്ട് ജീവിക്കുന്നതായതുകൊണ്ട് മൂക്കിൽ അത്യാവശ്യം നമ്മൾ വെന്റിലേഷൻ കൊടുക്കണം. ഇൻഹേലർ ഇസ് വെരി മാൻഡേറ്ററി. ഇതൊക്കെ ഞാൻ ഒതുക്കി വെച്ചോളാം കേട്ടോ. പിന്നെ ഞാൻ തല കുളിക്കാത്ത കുട്ടിയാണ്. അയ്യോ, എൻ്റെ ഷാമ്പു ലീക്കായി പോയി. അച്ഛൻ ബാക്കി തന്നത് അയ്യോ, സാരില്ല. വെരി നൈസ് സ്മെൽ. നല്ല വീണ്ടെടുത്ത് കിടന്ന് ഉരുളാന്ന് പറയില്ലേ,
അയ്യോ ഇത് എന്താ സംഭവിച്ചേ? അപ്പൊ ഇതാണ് ഷാംപൂ കണ്ടീഷണർ. ഇതൊരു തെളിവാണ് ഞാൻ തലമുടി ഇടക്കിടക്കിടക്കെ വാഷ് ചെയ്യുന്നത്. വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. ഇടക്കിടക്കിടക്ക് ഹെയർ വാഷ് ഉണ്ട്. ലേഡീസ് ഓൺലി മാറ്റർ ആണെങ്കിലും ചേട്ടന്മാരും ഇത് കണ്ടിരിക്കണം. ഓക്കെ, സാനിറ്ററി പാഡ്സ് മാൻഡേറ്ററി. പിന്നെ അടുത്തത് എൻ്റെ സീക്രട്സ്. എനിക്ക് ഉള്ളിയും മറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും. സാരി ആയതുകൊണ്ട് എൻ്റെ മുടിയുടെ നീട്ടം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും ഇത് ഒറിജിനൽ ഹെയർ ആണ്. അതായത് ഞാൻ തന്നെ എൻ്റെ മുടി ഒരിക്കൽ വെട്ടിയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഒറിജിനൽ ഹെയർ കേട്ടോ. ആക്ച്വലി എനിക്കവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷേ അവിടുത്തെ സിറ്റിസണാ, UK സിറ്റിസണാ. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ജപ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനും എനിക്ക് പ്ലാൻ B ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉഴുന്നുവട, മുല്ലപ്പൂവ്, ഞാൻ ട്രഡീഷണൽ ലുക്ക് പിടിക്കാന്നാണ് വിചാരിച്ചത്. അത് കാരണം ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാം, കാരണം അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പൊ അങ്ങനെ വേറെ അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ 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 യെസ്, ഗോൾഡൻ കപ്പിന്ന് ഇത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഗോൾഡൻ കപ്പിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്തായിരുന്നു? വേറെ 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 ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഇതും ഇതും പിന്നെയുണ്ട് ഇതും ഇതും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ അത് മൊത്തം ഓൾ കെയർ പുട്ടിയാണോന്ന്. ഇതല്ല, ഇത് ലൈക്ക് എൻ്റെ ക്രീംസും ലോഷൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ. പിന്നെ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിട്ടാ, സ്റ്റൈൽ കാണിക്കാം. പൊട്ടും തൊട്ട് ഇത് വെച്ചാൽ നല്ല അല്പന അർദ്ധരാത്രി കണ്ടോ വെച്ച പോലെ ഉണ്ടോ? ഉണ്ടെന്ന് എല്ലാവരും പറയണു. എന്നാ നിങ്ങൾ സഹിച്ചോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്ലാസ്സാ. ഇതിൻ്റെ കൂടെ ഒട്ടും മാച്ചില്ലാന്ന് എനിക്കറിയാം, പക്ഷെ നാടോടുമ്പേ നമ്മൾ നടുവേ ഓടണമല്ലോ. ആൻഡ് ടച്ച് വുഡ് അതും പറയണം. UK എനിക്ക് ഭയങ്കര ലൈക്ക് ലക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആൻഡ് ഷൈനു മമ്മി എന്താ പറയുക, UK ലൈക്ക് എല്ലാ വർഷവും നമുക്ക് ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറുക്കഞ്ചേരിയേക്കാളും മുക്കും പോലെ എനിക്ക് UK അറിയാന്ന്. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കും. ദൈവമേ, ഇത് കുറച്ച് എസ്പിക്കലാവുമല്ലോ. ഐ ഷോ യു നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ജീൻസിന്റെ കൂടെ നല്ലൊരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ്. ഇത് നമ്മുടെ വെസ്റ്റേൺ ലേഡിയാണ്. വെസ്റ്റേൺ ലേഡിയുടെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ, ഒരു റെഗുലർ കസ്റ്റമറാണ് ഞാൻ. കാണാനുണ്ടോ ബട്ടർഫ്ലൈ ബോ? കാണാനുണ്ടോ? യെസ്. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ പാക്ക് ചെയ്ത് വെക്കാം. പിന്നെന്തായിരുന്നു? യെസ്, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ സിജപ്പം മേടിച്ച് തന്നതാ. സിജപ്പം പറഞ്ഞു, ചേച്ചി ഇവിടെയൊക്കെ എപ്പോഴും കറുപ്പിച്ച് വെക്കണം എന്നും പറഞ്ഞിട്ട് കുറച്ച് റെനിയുടെ കുറച്ച് പുട്ടി. എനിക്ക് ഇവിടെ ഒരു ഗ്രേ ഹെയർ വന്നിട്ടുണ്ട്, ഒരെണ്ണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഗതികളാ. പിന്നെന്തായിരുന്നു? ദൈവമേ, സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ എൻ്റെ കുറച്ച് നുറുക്ക് സാധനങ്ങളാണ്, ജ്വല്ലറീസ് എല്ലാം. ഇനി എന്താ കാര്യം എന്ന് പറയട്ടെ, ബ്രിട്ടീഷ് മലയാളിയുടെ ഞാനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, ഒരു വലിയ ഇവന്റ് നടക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഇവന്റിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോവാണ് കേട്ടോ. അവിടെ ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗസ്റ്റ് കം, അതുപോലെ തന്നെ ഈ ഒരു റാം ഷോ ലൈക്ക് ജഡ്ജിങ് പാനൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോണേ. സോ മച്ച് എക്സൈറ്റഡ്. പിന്നെ ഇത്രയും ഡ്യൂറേഷൻ വരാൻ കാരണം ഞാനൊരു 10 days ലണ്ടനിലും പിന്നെ എനിക്ക് ദുബായിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പം 10 days ദുബായിലുമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഇത്രയധികം സാധനങ്ങൾ. പക്ഷെ ഇത് എവിടെ നിന്ന് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ കോഡ് സെറ്റ് ഇട്ടിട്ട് പോവാന്ന്. എങ്ങനെയുണ്ടെന്ന് പറയണേ, എണീറ്റ് കാണിച്ചു തരാം. ഇത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇങ്ങനെ വരും ഗൈസ്, ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ എനിക്ക് കളർഫുൾ ഡ്രസ്സ് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇതൊക്കെ ഒരു റൗണ്ട് ട്രയൽ കഴിഞ്ഞ് കേട്ടോ. ഇതാ സിമ്പിൾ അല്ലേടാ? ആണോടാ? പറയടാ. ശരി, അടുത്തത് സ്വെറ്റ് പാഡ്. സ്വെറ്റ് പാഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, സാനിറ്ററി പാഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വെറ്റ് പാഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പലർക്കും സ്വെറ്റ് ആവില്ലേ? ആക്ച്വലി ലൈക്ക് UK അതിൻ്റെ ആവശ്യമില്ല, തണുപ്പായിരിക്കും ക്ലൈമറ്റ്. എന്നാലും ഞാൻ ഒരുവിധം എല്ലാ ഡ്രസ്സിലും ലൈക്ക് സ്വെറ്റ് പാഡ് വെക്കും കേട്ടോ. അത് ഓവർ സ്വെറ്റി ആയിട്ടല്ല, അതൊരു കംഫർട്ടാണ്. ലൈക്ക് ഈ അണ്ടർആംസിൻ്റെ ഭാഗത്ത് ഇത് ജസ്റ്റ് ഇത് കണ്ടോ, ഇത് ബ്രാൻഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇനി നാളെ നിങ്ങൾ അത് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്, ഒരു ഉപകാരം ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് സ്വെറ്റ് പാഡ്. ഇത് നമ്മുടെ അണ്ടർആംസിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ബ്ലൗസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ സ്വെറ്റ് ആവില്ല. ചിലരുണ്ട് ഇപ്പോൾ 1 time ഒക്കെ ഒരു ബ്ലൗസ് യൂസ് ചെയ്ത് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും, ഭയങ്കരമായിട്ട് സ്വെറ്റായിട്ട്. അപ്പം സ്വെറ്റ് പാഡ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ ബ്യൂട്ടി ബ്ലണ്ടർ ഉണ്ട്,
കുറേ ബ്രഷസ് ഉണ്ട്. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. പിന്നെ ഒരു വഴിക്ക് പോണതല്ലേന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ. ആൻഡ് മൈ ഫേവറേറ്റ്, അയ്യോ എൻ്റെ സാരിയിൽ വീണോ സ്റ്റൈൽ അടിക്കാൻ എങ്ങനെയുണ്ട്? അത് എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ, ഇതെങ്ങനെ ഇഷ്ടമായെന്ന് നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുമോ അല്ലേ? പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ലിങ്കോ അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാവാം. ഇത് ആക്ച്വലി ഗുഡ് ഗേൾ പെർഫ്യൂമാണ്. ഞാനൊരു ഗുഡ് ഗേൾ ആയതുകൊണ്ട് അതേ പേരുള്ള പെർഫ്യൂമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഭയങ്കര തൊണ്ടവേദന. സ്ട്രപ്സിൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ തൊണ്ട കൊണ്ടും നാക്ക് കൊണ്ടും ജീവിക്കുന്നതായതുകൊണ്ട് നമ്മൾ സ്ട്രപ്സിൽസ് എന്തായാലും കൊണ്ടുപോകണം തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക്. ഓക്കെ, മാൻഡേറ്ററി. ഇത് എനിക്ക് തന്നെ ഞാനിത് വെക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, മേഘത്തിലെ മമ്മൂക്കയുടെ ഒരു ലുക്ക് എനിക്ക് വരാറുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനത്തെ ഈ തൊപ്പി, ഈ സ്റ്റെപ്പൊക്കെ ഉള്ളത് അത് മേഘാണോ? ആണെന്ന് തോന്നണം കേട്ടോ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പൊങ്കാലിടല്ലേ. പ്ലസ് ഗ്ലൂക്കോസ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെയുള്ളൊരു ഫ്രണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ക്ലൂക്ലൂസ് പൊടി ഞാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമാണോ ക്ലൂക്ലൂസ് പൊടി? സത്യം പറയട്ടെ എനിക്കിഷ്ടമല്ല, പക്ഷെ അവരെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കൊണ്ടുപോകുന്നതാ. ലൈക്ക് അവിടെ എന്തോ കിട്ടില്ല എന്ന് തോന്നുന്നു, അപ്പം അത് കാരണം ഞാൻ ഗ്ലൂക്കോസ് പൊടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മുടെ വേറൊരു ഔട്ട്ഫിറ്റാണ്. എനിക്ക് ദുബായിലുള്ള ഇവൻറ്റിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ. അയോ ഉണ്ടോ? അയോവ ദാ അയോവയുടെ ഒരു കിഡ്ലൻ ഒരു ഔട്ട്ഫിറ്റും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക്, നൈസാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? കുറച്ച് നുറുക്ക് സംഗതി. പിന്നെ ഇതാ ഒരു ബാഗി ജീൻസ് ഉണ്ട്. ഇതൊക്കെ ഇനി വീണ്ടും ഇത് അടക്കി വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നലെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും പെട്ടെന്നൊരു കുറുക്കം വലിച്ച് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറേ കൺപീലി വളർന്നിരിക്കണു. അപ്പോൾ അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കൊടുക്കും. ഇങ്ങോട്ട് വേടാ എൻ്റെ കൺപീലിയുടെ വളർച്ച കണ്ടോടാ? എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. മിണ്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാർക്കൂന്തൽ ഒതുക്കുന്ന പോലെ നമ്മുടെ കൺപീലി ഒതുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഭരണപ്പെട്ടിയിൽ ഈ സൂത്രം. കുപ്പിവള കിലുങ്ങണല്ലോ ടൺ സാരിയുടെ കൂടെ മാൻഡേറ്ററി. ഇതാണ് യൂണിവേഴ്സൽ പിൻ. നമ്മൾ ഇങ്ങനത്തെ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ ഇതാവുമ്പോൾ ലൈക്ക് എല്ലാ കൺട്രീസിലും ചാലു ആവുന്ന രീതിയിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് അഡാപ്റ്റേഴ്സും കണ്ടോ എല്ലാം നമുക്ക് ഇതിൽ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനൊരു പിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൾട്ടി പ്ലഗ് മേടിച്ചു വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കമ്മിങ് ടു ദിസ് സൈഡ്, ഇനി ഇത്ര ഷൂസും കൂടി ഇതിലേക്ക് വെക്കണം. എൻ്റെ വാർഡ്രോബ് കാണിച്ചിരട്ടെ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സിറ്റുവേഷൻസ് demands. So sorry guys. അപ്പം ഇനി ഈ ഷൂസും സാൻഡൽസും അതെല്ലാം കൂടെ കയറാനുണ്ട്. എന്താണെന്നറിയോ, ഫ്ലൈറ്റിന് ടൈമായി തുടങ്ങി. ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ എത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള അലാം അവിടെ നിന്ന് പാപ്പുവിൻ്റെ കിട്ടി തുടങ്ങി, ബൗ എന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് വരാം. അപ്പം ഇനി ലൈക്ക് ഒരു ഹാർഡ്ലി ഒരു 1 മന്തോളം നമ്മൾ ലൈക്ക് ലണ്ടനിലായിരിക്കും, പിന്നെ ലൈക്ക് ദുബായി ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടായിരിക്കുക. അപ്പം എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാനും വേണം എല്ലാം അടിപൊളിയാവാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഐ എം എക്സ്ട്രീംലി സോറി. അതിങ്ങനെ യൂട്യൂബ് എന്നും റെഗുലർ ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ ആവാറില്ല. ഞാനിപ്പോൾ ഭയങ്കര ഉഴപ്പാണ്, ഭയങ്കര മടിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തന്നെ അറിയാം. അയ്യോ എൻ്റെ ഷൂസ് മേടിക്കാൻ മറന്നുപോയി, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൂട്ട് വെച്ചോടാം. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ഇനി നന്നായിക്കോളാം. സത്യമായിട്ട് ഇനി നന്നായിക്കോളാം. അപ്പം അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ രാത്രി അമ്മ പറഞ്ഞിട്ടുള്ളത് മുടി മെടഞ്ഞ് കിടന്നുറങ്ങണം എന്നാണ്. അപ്പം എന്നാ വേഗം ഞാൻ ഉറങ്ങാൻ പോട്ടെ. ഇതൊന്ന് പാക്ക് ചെയ്ത് ഇനി കിലോസ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. എന്നിട്ട് പെട്ടെന്നൊന്നും കൂടെ ഫ്രഷ്നപ്പ് ആയിട്ട് നമ്മൾ പോവാണ്. ബാക്കി ഞാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇതെല്ലാം അടുത്ത വ്ളോഗിൽ കാണാം. ഇനി നിങ്ങൾക്ക് ലൈക്ക് ഞാൻ ഇനി റെഗുലർ ആവാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്ളോഗ്സ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം എന്തായാലും പോയിട്ട് ഇനി നേരെ ധ്യാനിൻ്റെ അടുത്തും നിങ്ങളുടെ അന്വേഷണമൊക്കെ പറയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇതിന് ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. ബൈ.